അപ്പോൾ ഈ ജ്വല്ലറി നമ്മൾ ചെയ്യുന്നത് കുറച്ച് കനം കുറഞ്ഞ ഹാൻഡ് മെയ്ഡ് ഷീറ്റ് വെച്ചിട്ടാണ്. കാരണം കുറച്ച് കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തിക്നെസ് കുറഞ്ഞ ടൈപ്പ് ഹാൻഡ് മെയ്ഡ് ഷീറ്റ് അല്ലെങ്കിൽ നമുക്ക് ചാർട്ട് പേപ്പറിലും ചെയ്യാം. ചാർട്ട് പേപ്പറിൽ കളർ കൊടുക്കേണ്ടി വരുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. ഇതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇത് 7 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ പീസാണ് ഞാൻ എടുത്തേക്കുന്നത്. ഹാൻഡ് മെയ്ഡ് ഷീറ്റാണ്. ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിട്ട് ഇങ്ങനെ അങ്ങ് മടക്കുക. ഇങ്ങനെ കോണോട് കോൺ മടക്കി വെച്ചിട്ട് എന്നിട്ട് അത് ഈക്വലാക്കി നമുക്കങ്ങ് കട്ട് ചെയ്യാം. 7 സെൻറ്റിമീറ്റർ കറക്റ്റ് അളന്നൊക്കെയാണ് എടുക്കുന്നത്, എന്നാലും ചിലപ്പോൾ ശകലം വ്യത്യാസം ഉണ്ടാവും. നമ്മളങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇങ്ങനെ മടക്കി. ഇത് വളരെ എളുപ്പമാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമ്മളിതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിങ്ങോട്ട് ഫോൾഡ് ചെയ്ത് തിരിച്ചിങ്ങോട്ട്, എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കി പിന്നെ ഇങ്ങോട്ട്. അത് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഒരു 3 മടക്കൊക്കെ കിട്ടുള്ളൂ, കാരണം നമ്മളത്ര ചെറിയൊരു പീസല്ലേ, ഇപ്പോൾ 3 മടക്കേ കിട്ടുള്ളൂ. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മളിങ്ങനെ വിശറിക്ക് മടക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുത്തു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇനി ഈ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ഭാഗം, ഈ ഭാഗം എടുത്ത് അവിടെ നിന്ന് ഫോൾഡ് ചെയ്യണം. ഇതാണ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഞാൻ നല്ലോണം കട്ടിയുള്ളത് എടുക്കണ്ട, മാക്സിമം കനം കുറഞ്ഞത് നോക്കി എടുക്കാൻ പറഞ്ഞതാണ്. ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ നിൽക്കും. ഇങ്ങനെയാണ് കിട്ടേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ചിങ്ങോട്ട് കടന്ന് നിൽപ്പുണ്ട്, അതിനെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഇതാവശ്യമില്ല, അതിനെ കട്ട് ചെയ്ത് കളയാം. നല്ല വൃത്തിക്കിരിക്കും. ഇനി ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നടുഭാഗം നോക്കിയിട്ട് നമ്മൾക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അത് നമുക്ക് സൂചി കൊണ്ട് ഇട്ടാൽ മതി. സൂചി കറക്റ്റ് നടു നോക്കിയിട്ട് അതിൻ്റെ ഒരു സൂചി വെച്ച് കുത്തി അതിന് ഹോൾ എടുക്കണം. ഇങ്ങനെ ഹോൾ ഉണ്ടാക്കി എടുത്തിട്ട് നമ്മളതിലേക്ക് ഐപ്പിൻ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കണം. ഇതുണ്ടോ? അപ്പോൾ നമ്മൾ സൂചി കൊണ്ട് ഹോൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഐപ്പിൻ ഇങ്ങനെ കൊളുത്തി വെക്കും. ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ നിൽക്കുന്നതിന് നമ്മൾ പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ അങ്ങോട്ട് നന്നായിട്ട് ഫെവിക്കോൾ ഇട്ട് കൊടുക്കും. 1 സൈഡ് ഇട്ടാൽ മതി. ആവശ്യത്തിന് ഫെവിക്കോൾ ഇട്ടിട്ട്, ഇതിൻ്റെ കമ്മലായതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഐപ്പിന്നിൻ്റെ ഹോൾ ഇങ്ങനെ നിൽക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ തിരിഞ്ഞു പോകാണ്ട് ഇങ്ങനെ നിന്നാൽ മതി. എന്നിട്ട് നമ്മൾ ഈ പിന്ന് ഇതിൻ്റെ ഉള്ളിൽ വരത്തക്ക വിധത്തിൽ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ആ പിന്ന് പുറത്തേക്ക് കാണരുത്, പിന്നെ അതിൻ്റെ ഉള്ളിൽ നിൽക്കണം. ആ ബാക്ക് സൈഡിലോട്ട് കണ്ടോട്ടെ, അത് കുഴപ്പമില്ല, ഇങ്ങനെ നിൽക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കൂടെ ഒട്ടിച്ചിട്ട്, അത്ര പെട്ടെന്ന് നമുക്കത് ഒട്ടില്ല. അപ്പം നമ്മളൊരു ക്ലിപ്പ് എടുത്തിട്ട് ഇതിനെ ഇങ്ങനെ ക്ലിപ്പ് ഇട്ട് വെക്കണം. അപ്പോൾ ക്ലിപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളാ കുറച്ച് ഫസ്റ്റ് നടുക്കുള്ള പീസ് കുറച്ച് നീളം കൂടിയിട്ടുണ്ടാവും, അതിലേക്ക് ഇട്ട് വയ്ക്കണം. മൊത്തത്തിൽ ഇങ്ങനെ ക്ലിപ്പ് ഇടരുത്. അങ്ങനെ ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാം കൂടെ കൂടി നിൽക്കുക. എവിടെയെങ്കിലും പശയൊക്കെ ഉണ്ടെങ്കിൽ അത് വല്ലാണ്ട് അങ്ങനെ അങ്ങോട്ട് കൂടിപ്പോകും. നമുക്ക് ഇവിടെ ഒന്ന് പക്കട വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ഫെവിക്കോൾ ആയതുകൊണ്ട് ഇത് ഉണങ്ങുമ്പോൾ ട്രാൻസ്പെറൻ്റായി പൊയ്ക്കോളും, എന്നാലും അധികം ആവാണ്ട് നോക്കണം കേട്ടോ. ഞാനിപ്പോൾ അത് നടുക്കൊന്ന് ജോയിൻ ചെയ്യണേ ഉള്ളൂ, പക്കട വെച്ചൊന്ന് പ്രസ് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. ക്ലിപ്പിട്ട് വെച്ച് ഇരുന്നാൽ തന്നെ നന്നായിട്ടത് ഉണങ്ങുള്ളൂ. അത് മാറ്റി വെച്ചോ, കുറച്ച് സമയം എടുക്കും ഉണങ്ങാനായിട്ട്. അത് കുറച്ച് സമയം 2-3 മണിക്കൂർ തന്നെ അങ്ങ് മാറ്റിയിട്ടേക്ക്. കാരണം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം എടുത്താൽ മതി. നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിന് നടുഭാഗം മാത്രം ഇത് ഉണങ്ങിയതാണ്, നടുക്ക് ഒട്ടിക്കഴിയുമ്പോൾ നമുക്കിതിനെ അങ്ങ് വിടത്താൻ പറ്റും. എന്നിട്ട് നമുക്ക് പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിർബന്ധമില്ല, എന്നാലും നമുക്ക് കുറച്ചും കൂടെ അതിന് എന്തെങ്കിലും ഒരു വ്യത്യാസമായിട്ട് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മെറ്റാലിക് ഗോൾഡ്, ബ്രോൺസ്, അത് കളർ അനുസരിച്ച്. ഇപ്പോൾ ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ ബ്രോൺസൊക്കെ അടിച്ചു കൊടുത്താൽ ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ എന്ത് കളർ വേണമെങ്കിലും നമുക്ക് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഡ്രസ്സിന് മാച്ച് ചെയ്ത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് വേണ്ട, കുറച്ചിങ്ങനെ അങ്ങനെ എഡ്ജിൽ മാത്രം ഒന്ന് അടിച്ചു കൊടുക്കുക. അത്രയും ചെയ്താൽ മതി. നമുക്കൊരു ഇയർ ടാഗ് എടുത്ത് പതുക്കെ അതിനെ അകത്തിയിട്ട് ഇതിൻ്റെ പൊസിഷൻ നോക്കി ഇങ്ങനെ ഇടാം. അതിനെ കൂട്ടി നമുക്ക് കമ്മൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ വളരെ എളുപ്പമല്ലേ? അതിന് ജസ്റ്റ് മടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും മാത്രം. അതൊന്ന് മടക്കി ഹോളിട്ട് റെഡിയാക്കി എടുക്കാം.